ഞാൻ ജനറലി വളരെയധികം ടെൻഷനുള്ള ആളാണ്. വളരെയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ വരെ 18 മണിക്കൂറോളം പഠിച്ച് ബാക്കിയുള്ള മണിക്കൂറുകൾ മാത്രം ഉറങ്ങി അത് തന്നെ കൂടെ ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുന്ന ആളാണ്. ഇങ്ങനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് സംശയമുള്ള സിറ്റുവേഷൻസിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളതും ബാക്കിയുള്ളവരോട് ഉപയോഗിക്കാൻ പറയാറുള്ളതും ചോദിക്കുക, അവർക്ക് എങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ദുർഗയുടെ ഒരു പ്രിപ്പറേഷൻ ജേർണി ലൈഫിന്റെ റോളാണ്. അതൊരു വലിയ റോളാണ്. കാരണം ഞാൻ സാറിനടുത്ത് പറഞ്ഞ ഞാൻ 2020 ദീക്ഷ ആയിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം കോവിഡ് ആയതാണ് എഴുതാൻ പറ്റിയില്ല. 2023 എനിക്ക് വളരെ ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. ഞാൻ അപ്പം നെറ്റ് ക്രാക്ക് ചെയ്തു. അപ്പം എനിക്ക് 2 മാർക്കിനാണ് JRF പോയത്. ഇപ്പം എനിക്ക് 2 മാർക്കാണ് JRF കിട്ടിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്നത് ഇപ്രാവശ്യം സൈക്കോളജിയിൽ JRF കിട്ടിയിട്ടുള്ള ദുർഗയുമായിട്ടാണ്. എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയാണ് ദുർഗയുടെ സ്ഥലം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ദുർഗ. ഓക്കെ, അപ്പോൾ ദുർഗ സൈക്കോളജിയിലാണ് JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റ് ഒരുപാട് കാലത്തോളം ഒരു 2-3-4 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൂടുതൽ കുട്ടികൾക്ക് നെറ്റ് JRF ഒക്കെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ റീസെൻ്റ്ലി സൈക്കോളജി സ്റ്റുഡൻസ് കുറച്ച് പേടിയോടെ കാണുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ മെയിൻ റീസണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കട്ട് ഓഫ് അത്യാവശ്യം വളരെ കൂടുതലാണ്. മുമ്പും പല സബ്ജക്റ്റുകളുടെയും കട്ട് ഓഫുകളൊക്കെ കൂടിയിട്ടുണ്ട്, പക്ഷേ ചില എക്സാമുകൾക്ക് കൂടും, അടുത്ത എക്സാമിന് കുറയും. പക്ഷേ സൈക്കോളജി ഒരു ഗ്രാജ്വലി ഒരു ഇൻക്രീസ് ആണ്, ചില മാറ്റങ്ങളേ ഉള്ളൂ. അപ്പം ബേസിക്കലി ഇത് പ്രിപ്പറേഷൻ തുടങ്ങുന്ന കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഇത്രയധികം കട്ട് ഓഫ് വരുന്ന ഒരു സബ്ജക്റ്റിന് സൈക്കോളജിക്ക് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, ഓക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് എത്രയൊക്കെ പോകണം എന്നുള്ളതാണ്. അപ്പം എന്താണ് ദുർഗയുടെ ഒരു ടേക്ക് റിഗാർഡിങ് സൈക്കോളജി പ്രിപ്പറേഷൻ? സാർ പറഞ്ഞ കറക്റ്റാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സൈക്കോളജിയിൽ കട്ട് ഓഫ് കൂടിക്കൊണ്ട് വരികയാണ്. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് എൻ്റെ ആദ്യം തന്നെ മനസ്സിൽ വന്നത്. അപ്പോൾ ഇത്രയും അത് സാറും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. അയ്യോ ഇവർ ഇങ്ങനത്തെ ചോദ്യം തന്നെ ചോദിക്കുമോ, ഇത്ര എളുപ്പമുള്ള ചോദ്യം ചോദിക്കുമോ. പിന്നെ പലപ്പോഴും നമ്മൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാര്യവും പഠിച്ചു പോകുന്നതിനിടയിൽ എളുപ്പമുള്ള പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോൾ എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ സെക്കൻഡ് ഗെസ് ചെയ്യാതിരിക്കുക, അതായത് സംശയിക്കുക. നമുക്കറിയാം ഇതാണ് കറക്റ്റ് ആൻസർ എന്ന്, പക്ഷെ അവസാനം ഇങ്ങനത്തെ വെച്ച് അവർ ചോദിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഇതിങ്ങനെ തന്നെ അവർ ചോദ്യം ചോദിക്കും, എത്ര എളുപ്പമുള്ള ചോദ്യം ചോദിക്കും, നമ്മൾ കുറേ ഗെസ് ചെയ്ത് അറിയണ ഉത്തരം തന്നെ തെറ്റിക്കും. അപ്പോൾ സെക്കൻഡ് ഗെസ് ചെയ്യണമെന്ന് പരമാവധി ഒഴിവാക്കുക. പക്ഷെ ഞാൻ എപ്പോഴും പറയും ബേസിക്സ് സ്ട്രോങ് ആക്കി വയ്ക്കുക. എസ്പെഷ്യലി കഴിഞ്ഞ കുറേ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്യാവശ്യം കുറേ നമുക്കറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്കറിയുന്ന നമ്മുടെ PG കാലത്തായാലും പഠിച്ച പല കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ സെക്കൻഡ് ഗെസ് ചെയ്യും, അയ്യോ ഇങ്ങനെ ചോദിക്കുമോ, നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ അറിയണ പല കാര്യവും തെറ്റിക്കും. അപ്പോൾ അതാവും എനിക്ക് വർക്ക് ചെയ്ത 2 കാര്യങ്ങൾ. ഓക്കെ ദുർഗ, ഇതിൽ തന്നെ ഇപ്പം ഈ കട്ട് ഓഫ് കൂടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ദുർഗ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളുടെയും ഒരു കൺസേൺ എന്താ വെച്ചാൽ കുട്ടികൾ പറയുന്നത് മാഷെ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഭാഗ്യം കൂടിയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അപ്പം ഇനി എന്താ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ ഭാഗ്യമാണ്, ഒരുപാട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ലക്ക് ഭയങ്കരമായിട്ടുള്ള ഫാക്ടറാണ്, അങ്ങനെയൊക്കെ ദുർഗക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും? അങ്ങനത്തെ കാര്യത്തിൽ ലക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ലക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിലും കാര്യമില്ല. കാരണം നമുക്ക് ബേസിക്സ് അറിയാമെന്ന് നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കില്ല. പഠിച്ചില്ലെങ്കിൽ ഈ ബേസിക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ലക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ഇത്രയും തവണ ഞാൻ ഇത് എഴുതിയിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം ലക്ക് ഇല്ലെങ്കിൽ എന്തായാലും കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ്. പക്ഷെ ലക്ക് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സൈക്കോളജിയിൽ കുറേ അധികം തിയറി ഉണ്ട് നമ്മൾ അറിയാത്ത. ഇപ്പോഴും ഇത്രയും ഞാൻ ഒരു 10-11 വർഷമായിട്ട് ഈ ഫീൽഡിലായിട്ടും ഞാൻ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ട കുറേ തിയറീസ് ഉണ്ട്. ആ പല തിയറീസും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുമുണ്ട്. അപ്പം നമ്മൾ ബേസിക്സ് അറിയാമെന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ പല കാര്യങ്ങളും നമുക്ക് മിസ്സായി പോകും. ആൻഡ് നമ്മൾക്ക് അറിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യവും നമുക്ക് തെറ്റുകയും ചെയ്യും. ലേണിങ്ങിൽ പോസിറ്റീവും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇപ്പോഴും കൺഫ്യൂഷനുള്ള പല ആൾക്കാരും ഉണ്ട്. നമുക്ക് തന്നെ ചോദ്യം ചോദിക്കും, നമ്മൾ തന്നെ 2ാമത് ആലോചിക്കും ഇത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ പണിഷ്മെന്റ് ആണോ എന്ന്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും റിപ്പീറ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ലക്ക് ഫാക്ടർ ആണ്, പക്ഷെ ലക്കിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ലക്ക് ഫാക്ടർ ആണെങ്കിൽ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഇതിൽ തന്നെ സൈക്കോളജിയിൽ പലപ്പോഴും ഈ ഇനീഷ്യൽ കാലത്തൊക്കെ ഇപ്പം ഞാനൊക്കെ ക്വാളിഫൈ ചെയ്യുന്ന കാലത്തൊക്കെ നമ്മൾ ഒരുപാട് PYQ ഇമ്പോർട്ടൻസ് പറയാറുണ്ടാവും. ഇപ്പം കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വളരെ ബേസിക്സ് തോന്നുന്ന സമയത്ത് ഒരു പരിധിക്കപ്പുറം PYQ പോകണോ, ബേസിക് ആയിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് പോകണോ എന്നുള്ളത്. അപ്പോൾ ദുർഗക്ക് ഒരു ഫീൽ ചെയ്തിട്ടുള്ള
ഈ ഒരു PYQയുടെ ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കണം PYQ ടുവാർഡ്സ് PYQ ഫ്രം ആൻ ആസ്പിരന്റ്? ഓക്കെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ്ലി നമുക്കൊരു കലണ്ടർ പോലെ തന്നിരുന്നല്ലോ ഐഫറിന്, അതായത് ഓരോ ദിവസം ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി പഠിക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് പേഴ്സണാലിറ്റി തീർക്കണം, അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് തീർക്കണം. ഞാൻ മോസ്റ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ടോപ്പിക്ക് പേഴ്സണാലിറ്റി മുഴുവൻ പഠിച്ചു തീർത്തിട്ട് അതിനെ കാറ്റഗറൈസ് PYQs ഞാൻ ചെയ്ത് തീർത്തിട്ട് ഞാൻ ആ ഫുൾ മോഡ്യൂൾ അപ്പോഴേ ഞാൻ ക്ലോസ് ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും മതിയാവില്ല. നമുക്ക് കാറ്റഗറൈസ് PYQs എന്നാൽ നമുക്കറിയാം ഇത് പേഴ്സണാലിറ്റിന്ന് മാത്രമേ വരുള്ളൂ എന്ന്. പക്ഷെ നമുക്ക് അങ്ങനെയല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അവസാനത്തെ ഒരു മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റിയ 1.5 മാസം 2 മാസം എങ്കിലും അല്ലാത്ത PYQs നോക്കണം. അതിൻ്റെ കൂടെ JRF ക്ലബും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. കാരണം ഇപ്പോഴത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിന് JRF ക്ലബിന് 2 തവണ കണ്ട് ഫ്രഷ് ആയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പരീക്ഷയിൽ വന്ന ആ ചക്രാസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് ഓൾമോസ്റ്റ് കാണാപ്പാടം അറിയുന്ന പോലെ ആയിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. അത് 2 തവണ വന്നത് കാരണം അത്യാവശ്യം നമുക്ക് എളുപ്പത്തിൽ അങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പറ്റുക. സോ PYQs ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. പക്ഷേ PYQs നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ചത്. ആദ്യം ഫുൾ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കും, പിന്നെ PYQs ചെയ്യും അതിൻ്റെ. അപ്പം ഞാൻ ബേസിക്കലി ഇങ്ങനെയാണ് ഫോളോ ചെയ്തത്. അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയത് ഈ ഒരു എക്സ്പീരിയൻസിൽ. ഓക്കെ, ഇത് തന്നെ കുട്ടികളുടെ അടുത്തൊരു കൺഫ്യൂഷന് റിഗാർഡിങ് സൈക്കോളജിയിൽ ഇപ്പം സ്റ്റാറ്റി, അപ്ലൈഡ് റിസർച്ച്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനൊക്കെ ഏതൊരു അപ്രോച്ചാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ടേക്കാണ്. സോ അതിൽ ദുർഗ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? എനിക്കും അത്യാവശ്യം സ്റ്റാറ്റിനേക്കാൾ കൂടുതൽ എനിക്ക് മാത്സും എല്ലാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെ എപ്പോഴും ഞാൻ എപ്പോഴും എന്നെ തന്നെ പറ്റി പറയാറുള്ളത്, ഞാൻ സാധാരണ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ മാത്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻസിൽ ഉണ്ടാവാറില്ല. എനിക്ക് 2 കിട്ടിക്കഴിഞ്ഞാൽ 4+3 √2 എന്നൊക്കെയാവും ആൻസറിൽ വരിക. പക്ഷേ അതിനൊക്കെ പ്രാക്ടീസ് എന്നല്ലാണ്ട് എനിക്ക് വേറെ ഉത്തരവില്ല. ഞാൻ എന്നിട്ട് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്തവണ പരീക്ഷ എഴുതി വന്നപ്പോൾ സർപ്രൈസിംഗ്ലി ഞാൻ ചെയ്ത ആൻസർ ഓപ്ഷൻസിലുണ്ടായിരുന്നു. അതിന് പ്രാക്ടീസ് എന്നല്ലാണ്ട് എനിക്ക് വേറൊരു കാര്യം പറയാനില്ല. റിസർച്ചിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഐഫറിലത്തെ ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമുക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും റിസർച്ച് ഉള്ളത് കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഒരു റിവിഷൻ പോലെയാണ്. നമ്മളിപ്പോൾ ആദ്യം പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുകയാണെങ്കിലും നമ്മൾ പിന്നീട് സൈക്കോളജിയിൽ റിസർച്ച് വരുമ്പോൾ നമുക്കൊരു റിവിഷൻ പോലെയാണ്. അപ്പോൾ എനിക്കത് ആക്ച്വലി നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പലപ്പോഴും എനിക്ക് ഒരു വീഡിയോ 2-3 തവണ കാണേണ്ടി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും ക്ലിക്ക് ആവാറില്ല, ചില റിസർച്ചിൽ ചില ഭാഗങ്ങളിലേക്ക് ക്ലിക്ക് ആവാറില്ല. അപ്പം ഞാൻ അങ്ങനെ റിപ്പീറ്റഡ്ലി കണ്ട് നോട്ട്സ് വായിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു 2-3 തവണ കണ്ടിട്ടാണ് എനിക്ക് പല കാര്യങ്ങളും ക്ലിക്കായത്. പക്ഷേ റിപ്പീറ്റഡ്ലി കണ്ട് അതിന് നല്ലോണം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം എളുപ്പത്തിൽ ആ ഒരു ജസ്റ്റ് ഒരു നാക്ക് കിട്ടണം. ആ നാക്ക് കിട്ടാനൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷെ നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് എന്നാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത്. സ്റ്റാറ്റി ആയാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ അതായാലും. ദുർഗ, ഞാൻ നോർമലി കാറ്റഗറി സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, എന്നാലും ചോദിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഐഫ്രീക്സ് ആയിട്ടുള്ള ഡിസ്കഷനിൽ ഇപ്പം ദുർഗ ഒരു ജനറൽ കാറ്റഗറി ആയിട്ടാണ് എക്സാം ചെയ്തിട്ടുള്ളത്. ഒരുപാട് ജനറൽ കാറ്റഗറി ഐഫറേറ്റ്സ് ഒക്കെ എന്നോട് പറയുന്നൊരു കൺസേൺ ഉണ്ട്, സാറ് ഞാനൊരു ജനറൽ കാറ്റഗറിയാണ്, ഞങ്ങളെ കട്ട് ഓഫ് ഭയങ്കര കൂടുതലാണ്, ഞാൻ എഴുതിയിട്ട് വലിയ കാര്യമുണ്ടോ? നമുക്കറിയാമല്ലോ പേഴ്സണലി ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, റിസർവേഷൻ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അപ്പം ഒരു ജനറൽ കാറ്റഗറി എന്നുള്ളൊരു ആസ്പെക്റ്റിൽ ജനറൽ കാറ്റഗറി ഐഫറേറ്റ്സിൻ്റെ അവരോട് എന്താണ് പറയാനുള്ളത്? അതിനപ്പുറത്തേക്കുള്ള ഡിസ്കഷൻസ് ഒന്നും അല്ല. അപ്പോൾ അവർക്ക് പലപ്പോഴും എന്നോട് പറയും, ഒരുപാട് നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന ആൾ, മാഷെ ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാർക്ക് കിട്ടണം, ഞാൻ എക്സാമായിരുന്നു കിട്ടുമായിരുന്നു, വൈ ആയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, നമ്മളെ കൺട്രോളില്ല കാര്യം. പക്ഷേ ഹൗ ഷുഡ് ഐ മൂവ് ഓൺ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരോട് ഏറ്റവും നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റുക ജനറൽ കാറ്റഗറി ആയിരുന്നു കൊണ്ട് തന്നെ എക്സാം ചെയ്ത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ദുർഗക്കാണ്. അപ്പം അവരോട് സ്പെസിഫിക് ആയിട്ട് ദുർഗ ഞാൻ ആക്ച്വലി അങ്ങനെ ആലോചിക്കാറില്ല. ഞാൻ എന്താ ചെയ്യാന്ന് എന്നെ കൊണ്ട് മാക്സിമം എത്രത്തോളം എഫേർട്ട് പുട്ടിൻ ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ ചെയ്യും. അല്ലാണ്ട് സാറ് പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ കൺട്രോളിന് പുറത്താണ്. അപ്പം ഞാൻ തെറപ്പിസ്റ്റാണ്, ഞാൻ ക്ലയൻസിനോട് പറയുന്ന കാര്യമാണ് നമ്മളുടെ കൺട്രോളിന് പുറത്തുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാം, നമ്മൾ തന്നെ കുറെ ഡെസ്പ് ആവുകയുള്ളൂ. സോ ഞാൻ ആക്ച്വലി അത് എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ കൊണ്ടുവരുന്ന കാര്യമല്ല. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യും. ബാക്കിയൊക്കെ ഒരു ഭാഗ്യത്തിന് എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഭാഗ്യത്തിന് എലമെന്റ് എന്താണെങ്കിലും ചെയ്തോട്ടെ. എന്നെ കൊണ്ട് മാക്സിമം ചെയ്യുന്നത് ഞാൻ
ചെയ്യുമെന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ മോസ്റ്റ്ലി ഫോളോ ചെയ്യാറ്. സോ എനിക്ക് ആ ക്വസ്റ്റിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അത് എൻ്റെ പ്രിപ്പറേഷൻ അധികം ബാധിച്ചിട്ടില്ല. ഞാൻ അതിനെ അധികം എഫക്റ്റ് ചെയ്യാൻ ഞാൻ അതിനെപ്പറ്റി അത്ര ആലോചിച്ചിട്ടില്ല സത്യം. എനിക്കും തോന്നുന്നു അതിലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്വാളിഫൈ ചെയ്ത് നമ്മളൊരു ഗായത്രിയോട് ചോദിച്ചപ്പോൾ ഗായത്രി പറഞ്ഞൊരു കാര്യം തന്നെ അതിന്റെ ആൻസർ എന്ന് തോന്നുന്നു. ഗായത്രിനോട് പറഞ്ഞൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെന്ത് സംഭവിച്ചു ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി എൻ്റെ കാറ്റഗറിയിലെ കട്ട് ഓഫ് 210 ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം തൊട്ടിട്ട് ഞാൻ ടാർഗറ്റ് 220 ആക്കി. അപ്പൊ നമുക്കിപ്പം എ കാറ്റഗറിയിലെ ആളുകൾക്ക് ബി യെ കുറിച്ച് ആലോചിക്കുമ്പോൾ കട്ട് ഓഫ് കുറയുമ്പോൾ സങ്കടം ഉണ്ടാവുമായിരിക്കും, ബിക്ക് സി യെ കുറിച്ച് ഉണ്ടാവും, സിക്ക് ഡി യെ കുറിച്ച് ഉണ്ടാവും. പക്ഷെ നമ്മളെ കാറ്റഗറി ഏതാണോ അതിനേക്കാളേറെ എക്സ് മാർക്ക് ചെയ്യുമ്പോൾ വാങ്ങുക എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് തോന്നുന്നു. നമ്മൾ റീസെൻ്റ്ലി ഇപ്പം ഇപ്രാവശ്യമൊക്കെ ഏതൊരു മത്സര പരീക്ഷയും പോലെയും കൂടുതൽ ആളുകൾ പരാജയപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, കൂടുതൽ ആളുകൾ പരാജയപ്പെടുകയാണ് ചെയ്യുക. അപ്പം ഇഫറിലും നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ കൺസേൺ എന്നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ എക്സാം റിലേറ്റഡ് ആൻസൈറ്റിയാണ്. എക്സാം ആൻസൈറ്റി, ഹൗ ടു ഓവർകം ദോസ്. ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ എക്സാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇമ്പോർട്ടൻസ് കൂടുന്തോറും ആൻസൈറ്റി കൂടും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് ഓക്കെ, ഒരു JRF ഹോൾഡർ എന്നുള്ള രീതിയിൽ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ, എക്സ്പീരിയൻസ് ഓക്കെ, എന്താണ് ദുർഗയ്ക്ക് പറയാനുള്ളത്? സോ ഞാൻ ജനറലി വളരെയധികം ടെൻഷനുള്ള ആളാണ്. വളരെയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ വരെ 18 മണിക്കൂറോളം പഠിച്ച് ബാക്കിയുള്ള മണിക്കൂറുകൾ മാത്രം ഉറങ്ങി അത് തന്നെ കൂടെ ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ബേസിക്കലി എന്താണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ഞാൻ അങ്ങോട്ട് ഡിസൈഡ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ എക്സാം ഹാളിലേക്ക് പോകുന്നൊരു ടൈമാണെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്യും. എക്സാം ഹാളിലേക്ക് എത്തുന്ന കുറച്ച് നേരം മുന്നേ ഞാൻ പുസ്തകം മാറ്റി വയ്ക്കും. എന്നിട്ട് ഞാൻ എനിക്ക് നമുക്കും അറിയുന്ന പല കോപ്പിംഗ് സ്ട്രാറ്റജീസും പല ഇതൊക്കെ ഉള്ളത് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. കാരണം ഞാൻ എക്സാം ഹാളിലേക്ക് കയറുന്നവരെ പുസ്തകം നോക്കിക്കൊണ്ടാണ് കയറുന്നതെങ്കിൽ അവസാനം ഞാൻ കയറുമ്പോഴും ഞാൻ അതേ ഒരു മൈൻഡ് സെറ്റിലാവും ഇരിക്കുക. അപ്പോൾ എക്സാം ഹാൾ എത്തുന്നതിന് മുന്നേ പരമാവധി ആ ഒരു മൈൻഡ് സെറ്റ് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി സമാധാനപരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് 1 മണിക്കൂറൊക്കെ നമ്മൾ എന്തായാലും വെറുതെ ഇരിക്കുക തന്നെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവരെ. ഞാൻ പഠിച്ചുകൊണ്ട് കയറുമ്പോൾ അതിനുള്ളിൽ കയറിയാലും ഞാൻ ആലോചിക്കുന്നത് അയ്യോ എനിക്കിത് ഓർമ്മയുണ്ടോ, ഇതെനിക്ക് ഓർമ്മയുണ്ടോ എന്ന് അതിനെപ്പറ്റി മാത്രം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് പരമാവധി കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മേ ബി എക്സാം ഹാൾ എത്തുന്നതിന് 1/2 മണിക്കൂർ മുന്നേ ഐ സ്റ്റോപ്പ് സ്റ്റഡിങ്. എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് തന്നെ പരമാവധി ഗ്രൗണ്ടിങ് ആയാലും വേറെ അറിയുന്ന കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആയാലും ചെയ്ത് പരമാവധി കാമായിട്ടാണ് കയറാൻ നോക്കാറ്. അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലും ഞാനിത് കണ്ടിന്യൂ ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ കയറി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന് പകരം കുറച്ച് കാമായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം സമയം എനിക്ക് അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നാറില്ല. എനിക്ക് സമയം കുറെ കൂടുതൽ കിട്ടാറാ പതിവ്. അപ്പം ഞാൻ അതുകൊണ്ട് ആ സമയം ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കോളൂല്ലോ. പഠിക്കുന്ന സമയത്തായാലും കുറച്ച് ബ്രേക്സ് എടുത്ത് നമുക്കായാലും കുറെ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുന്ന സമയത്ത് ബ്രേക്സ് എടുത്ത് പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ തന്നെ 18 hours പഠിക്കുകയാണെങ്കിൽ ബാക്കി ഇടയ്ക്ക് ഒരു 15 minutes 10 minutes 1 മണിക്കൂറിൽ ബ്രേക്ക് എടുത്തിട്ട് പോയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോകുന്ന സാധനം കൊണ്ട് തലയിൽ കയറില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടായാലും ഐ ഹാഡ് എ വെരി സപ്പോർട്ടിങ് ഹസ്ബൻഡ്. അപ്പോൾ പുള്ളിക്കാരൻ യൂസ് ടു ടേക്ക് കെയർ ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ അത് കാരണം എനിക്ക് കുറേ സമയം കിട്ടി ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് ആൻഡ് സ്റ്റഡി. അപ്പോൾ ആ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം ദുർഗ പറഞ്ഞു സപ്പോർട്ടിങ് സിസ്റ്റത്തിനെ കുറിച്ച്. അപ്പം നമ്മളൊക്കെ പല ഇഫ്രേറ്റ്സിനോടും സംസാരിക്കുന്ന ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ബൈ നേച്ചർ നമ്മളെല്ലാവരുടെയും സപ്പോർട്ടിങ് സിസ്റ്റത്തിൻ്റെ ഇൻറ്റൻഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കേസിലും ആ ഇൻറ്റൻഷൻ അല്ല, മേ ബി അവരുടെ ലാക്ക് ഓഫ് അവയർനെസ് ആയിരിക്കും. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു ഇഫ്രേറ്റിൻ്റെ വീട്ടിൽ പോയപ്പം ഒരു ഇഫ്രേറ്റിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിൻ്റെ അവസാന അവസരമാണ്, ഇതിൽ നീ ജയിച്ചിട്ടില്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ്. അതേസമയം ഈ ഇഫ്രേറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രഷർ ഇതന്നെയാണ് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഹൗ ടു ഗീവ് സപ്പോർട്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ സപ്പോർട്ട് സിസ്റ്റത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. മേ ബി പലപ്പോഴും നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ആയിരിക്കാം, നോളജ് ആയിരിക്കാം. എല്ലാവർക്കും സ്നേഹം തന്നെയാണ് നമ്മളോട് എല്ലാവരോടും. അപ്പം എങ്ങനെയാണ് ദുർഗയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്തത്? മോർ ക്ലിയർലി എങ്ങനെയായിരിക്കണം ഒരു സപ്പോർട്ട് സിസ്റ്റം എസ്പെഷ്യലി? ഓക്കെ, ഞാൻ സെക്കൻഡ് പാർട്ട് ആദ്യം ആൻസർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് സംശയമുള്ള സിറ്റുവേഷൻസിൽ ഞാൻ എപ്പോഴും ബാക്കിയുള്ളവരോട് ഉപയോഗിക്കാൻ പറയാറുള്ളതും ചോദിക്കുക. അവർക്ക് എങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്.
ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സാറ് പറയാറുണ്ട് ഇൻകൺസിസ്റ്റന്റ് ആവും. പക്ഷെ ഞാൻ ഇൻകൺസിസ്റ്റന്റ് ആവും. ഞാൻ കുറച്ചു കാലം പഠിക്കാതിരിക്കുമ്പോൾ എന്നെ ഏറ്റവും വർക്ക് ചെയ്യാറുള്ളത് എന്നെ സ്നേഹത്തോടെ പറഞ്ഞാൽ ഞാൻ പഠിക്കില്ല, എന്നെ കുറച്ച് പേടിപ്പിച്ചാലേ ഞാൻ പഠിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കുറച്ച് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പേടിപ്പിച്ചാലേ കിട്ടില്ല, ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഞാൻ പഠിക്കാൻ തുടങ്ങുള്ളൂ. സ്നേഹത്തോടെ പറഞ്ഞാൽ ഞാൻ പഠിക്കില്ല, ഞാൻ മുതലെടുക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പറഞ്ഞാലേ നമുക്ക് ആ ഒരു സപ്പോർട്ടായിട്ട് തോന്നുള്ളൂ. സോ എപ്പോഴും ചോദിക്കുക ആ ആൾക്ക് എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് തോന്നുക. എൻ്റെ ഫാമിലിയിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എനിക്ക് എങ്ങനെയാണ് സപ്പോർട്ടീവായിട്ട് വരിക എന്ന്. എൻ്റെ അടുത്ത് അതിനെപ്പറ്റി കൂടുതൽ, എസ്പെഷ്യലി പരീക്ഷയുടെ സമയം എടുക്കുമ്പോൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി സംസാരിച്ച് ഞാൻ കൂടുതൽ ടെൻഷൻ അടിക്കും. ഐ വിൽ ഫീൽ ഓവർവെൽംഡ് അവർക്കറിയാം. അതുകൊണ്ട് അവർ ദേ കീപ് ദെയർ ഡിസ്റ്റൻസ്. പക്ഷെ അതിന് മുന്നേ ദേ ആർ ദെയർ, അവർ സപ്പോർട്ടിങ് ആണ്. എന്തായാലും ക്രിസ്മസ് വെക്കേഷൻ തൊട്ട് മുന്നേ എൻ്റെ ഹസ്ബൻഡ് ഒരു 2 weeks ഹോളിഡേ കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരാണ്ട് വീട് മുഴുവൻ നോക്കിയത്. എനിക്ക് എത്ര നേരം വേണമെങ്കിലും പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേറെ ക്വസ്റ്റ്യൻസോ വേറെ പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഐ ആം വെരി ലക്കി ഇൻ ദാറ്റ് ആസ്പെക്ട്. എനിക്ക് വേറെ ഇതിനെ പറ്റി ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഇതിന് മുന്നേ പഠിച്ചിരുന്നത് അതേപോലെ തന്നെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഇടയ്ക്കാൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കായാലും അവിടെയായാലും എനിക്ക് ഫുൾ പഠിക്കാനുള്ള ഫ്രീഡമും. അപ്പം ഐ എം വെരി, ആ കാര്യത്തിൽ ഞാൻ വളരെയധികം ലക്കിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് കോൺസ്റ്റന്റ്ലി പ്രസന്റ് ആയിരുന്നു. എപ്പോഴും വിളിച്ച് അന്വേഷിക്കുക, എപ്പോഴും വിളിച്ച് ചോദിക്കുക എന്ന രീതിയിലല്ല, ബിക്കോസ് എനിക്ക് അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അവരുടെ രീതിയിൽ ഇവർ ഓൾവേസ് പ്രസന്റ്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ചോദിക്കുക അവർക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് അവർക്ക് സപ്പോർട്ട് വേണ്ടതെന്ന്. ദാറ്റ്സ് സംതിങ് ഐ വുഡ് സേ ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, അതാണ് പറഞ്ഞത്. ഓരോ ആളുകൾക്ക് വേണ്ടത് അവരുടേതായ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ആ രീതി മനസ്സിലാക്കുക എന്നുള്ളത് ഇതിൽ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇതിൽ തന്നെ ദുർഗ പറഞ്ഞൊരു സാധനമാണ് കൺസിസ്റ്റൻസി ആസ്പെക്ട്. ഇപ്പം നേരത്തെ ടുവാർഡ്സ് ആൻഡ് 15+ hours ഒക്കെ പഠിക്കാൻ പറ്റി എന്നുള്ളത്. അവിടെ ഇഫ്രൈറ്റ്സും ബാക്കിയുള്ള ആളുകളൊക്കെ നേരിടുന്നത് ആ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാക്ട് 18 hours എന്നുള്ളതല്ല, പക്ഷേ ഒരു ലാർജ് നമ്പർ ഓഫ് hours എന്നുള്ളത്. സോ എങ്ങനെയാണ് ദുർഗ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തത്? ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഇറ്റ്സ് പോസിബിൾ? 100% കൺസിസ്റ്റന്റ് അല്ല, ഒരു 95% കൂടി കൺസിസ്റ്റന്റ് ആണെന്ന് ഞാൻ പറയില്ല. ഒരു മേ ബി ഒരു 80% കൺസിസ്റ്റൻസി, അതന്നെ ഒരു എക്സാജറേഷൻ ആണെന്ന് ഞാൻ പറയുള്ളൂ, ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ന്യൂലി മാരിഡ് ആയിരുന്നു. അതിനിടയിൽ കുറേ വിരുന്നുകൾ, കുറേ വിസിറ്റ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് ഇത്രത്തോളം പഠിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എനിക്ക് ആ റൂട്ടീനിലേക്ക് തിരിച്ച് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഫോളോ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഒരു വീഡിയോ കണ്ട് ആ ദിവസം അവസാനിപ്പിക്കാൻ ഐ വിൽ ട്രൈ. കാരണം ഹാഫ് ആൻ അവർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കുന്ന ഇഷ്ടമായത് കാരണം ഹാഫ് ആൻ അവർ കഴിഞ്ഞ് 1 hour കഴിഞ്ഞാൽ 1.5 hours, അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 2-3 hours എനിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയാം. ആ സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് എനിക്ക് പുഷ് ചെയ്യാന്നല്ലാണ്ട് വേറെ സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. വേറെ ഒന്നും വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. യു ഹാവ് ടു പുഷ് യുവർ സെൽഫ്. അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ പേടിപ്പിച്ചാൽ കൂടി എനിക്ക് അത് ഞാൻ ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരൻ പേടിപ്പിക്കലേ ഉള്ളൂ. അത് ഞാൻ ഫോളോ ചെയ്യണം. അതിന് പുഷ് ചെയ്യാന്നല്ലാണ്ട് ഞാൻ വേറൊരു സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ അത്ര ഇഫക്റ്റീവ് ആയിട്ടുള്ള വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ബെഡിൽ കിടന്ന് റീല് കാണുന്നതാണ് കൂടുതൽ നമുക്ക് റിവാർഡിങ് എന്ന് തോന്നിയേക്കാം. പക്ഷെ ആ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ചെയറിൽ പോയിരിക്കുക, നമ്മൾ പുഷ് തന്നെ ചെയ്യണം. അല്ലാണ്ട് വേറെ ആർക്കും നമുക്കത് ചെയ്തു തരാൻ പറ്റില്ല. അതാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയത്. കൺസിസ്റ്റൻസി ഈസ് ഡിഫിക്കൾട്ട്. നമ്മൾ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആഗ്രഹിച്ചു പോയി കഴിഞ്ഞാൽ അതൊരിക്കലും കിട്ടില്ല. ഒരു ഇംപെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു എബോവ് 50%, എബോവ് 60-70% തന്നെ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള വേറെ പല കാര്യങ്ങളിൽ ജീവിതത്തിൽ നടക്കുന്നത് കാരണം അത് തന്നെ ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സോ ഐ വാസ് ഇംപെർഫെക്റ്റ്ലി കൺസിസ്റ്റന്റ്. ഓക്കെ, ഗ്രേറ്റ്. ഇതിലേ നമ്മളിപ്പം ഈ ഓരോ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഈ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ സംസാരത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്വാളിഫൈ ചെയ്ത ആളുകളുടെയൊക്കെ ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷനിൽ സിമിലർ ആയിട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മളിത് ക്വാളിഫൈ ചെയ്തു എന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടാവും. അല്ലാതെ അതിനപ്പുറത്തേക്ക് പേപ്പർ 1 എങ്ങനെ അടിച്ചു, പേപ്പർ 2 എങ്ങനെ പഠിച്ചു എന്നുള്ളതിനൊന്നും വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, വലിയ കുട്ടികളായതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഷൈനിയുടെ അടുത്ത് പോയ സമയത്ത് ഒരു 25 കൊല്ലം ബ്രേക്ക് എടുത്തതിന് ശേഷം എങ്ങനെയാണ് പഠിക്കുക എന്ന് പറഞ്ഞു. മിനിയാന്നിപ്പോൾ ഷഹന എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇഫ്രൈറ്റിൻ്റെ അടുത്ത് പോയപ്പം ചെറിയ കുട്ടിയായിക്കൊണ്ട് എങ്ങനെ പഠിക്കുക. കാരണം ഓൺ ദ അതർ സൈഡ് കുറേ ഇഫ്രൈറ്റ്സ് നമ്മളോട് പറയുന്ന
ചലഞ്ചുകളുണ്ട്. ഞാൻ കുറേ PG ബ്രേക്ക് ആയതിനു ശേഷമാണ് ഞാൻ ചെറിയ മക്കളുണ്ടായിക്കൊണ്ടാണ് പഠിക്കുന്നത്, പാരൻ്റ് ആയിക്കൊണ്ടാണ് പഠിക്കുന്നത്, ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഇതൊക്കെ അവർ നേരിടുന്ന ചലഞ്ചുകളാണ്. ആ സിറ്റുവേഷനിലൊക്കെ ഉള്ള ജയിച്ച ഇഫറേറ്റ്സിനുമായിട്ട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത് അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ കുറച്ച് ആളുകൾ പറയുന്ന ഒരു പുതിയ ചലഞ്ചിനെ കുറിച്ചാണ് ദുർഗയോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇതുവരെ ആ ചലഞ്ച് വേറെ ഏതൊരു ഇഫറേറ്റ്സിൽ ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. സാറേ, എൻ്റെ കല്യാണം ഇവിടെ അടുത്താണ് കഴിഞ്ഞത്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന റീസെൻ്റ്ലിയാണ് ദുർഗയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ദുർഗ മാനേജ് ടു ക്വാളിഫൈ. സോ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? സോ ഇറ്റ്സ് പോസിബിൾ എന്നുള്ളതും അതിൻ്റെ സോ എൻ്റെ കല്യാണം മെയിലാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ജൂൺ അവസാനമായപ്പോഴത്തേക്ക് ഞാൻ ഐഫറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ വർക്കും ചെയ്യുന്നുണ്ട്, ഞാൻ ക്ലയൻസിനെയും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ടൈം എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തതാണ്. കാരണം എന്തായാലും ഒരു PhD സ്റ്റാർട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇതാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ടൈം തന്നെ മനസ്സിലുണ്ടായിരുന്നു. സോ അതൊരു വലിയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. പിന്നെ റീസെൻ്റ്ലി മാരീഡ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നമുക്ക് കുറേ വിരുന്നുകൾ ഉണ്ടാവും. പിന്നെ എല്ലാം ഫസ്റ്റ് ആണ്, ഓണമായാലും വിഷു ആയാലും എന്തായാലും ഫസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സെലിബ്രേഷനും അതൊക്കെ ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് നടക്കുന്ന പല കല്യാണങ്ങളും നമുക്ക് അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യണം, ബിക്കോസ് നമ്മൾ ആ ഒരു പുതുമോടിയിലായത് കാരണം. അതൊക്കെ ഞാൻ പിന്നെ എൻ്റെ ഇൻലോസ് ആയാലും അവർക്ക് അറിയായിരുന്നു, തുടക്കം തൊട്ടേ അവർക്ക് അറിയായിരുന്നു ഇതെൻ്റെ എനിക്ക് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണെന്ന്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ പോകുമ്പോഴും എൻ്റെ ഫാദറിനും എൻ്റെ മദറിനും ഞാൻ ചോദിക്കും, ഇതിനൊന്നും വരണമെന്നില്ല കേട്ടോ, പഠിച്ചാലും കുഴപ്പമില്ല, ഇതിനൊന്നും വരണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് എൻ്റെ ഫാദറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, വരണമെന്നുണ്ടായിരുന്നില്ല, ദുർഗ വീട്ടിലിരുന്ന് പഠിച്ചാലും മതിയായിരുന്നു. കാരണം അവർക്കും ആ ഒരു ഇമ്പോർട്ടൻസ് അറിയുന്ന കാരണം അവിടെയും ഐ വാസ് ലക്കി. അത് മനസ്സിലാക്കുന്നവരായത് കാരണം അവിടെയും ഐ വാസ് ലക്കി. പക്ഷെ നമുക്ക് ഈ പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ആക്ച്വലി February 2 ഞങ്ങളുടെ എക്സാമിൻ്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അതും എൻ്റെ ഒരു ആഫ്റ്റർ മാരേജ് ഫസ്റ്റ് ഇവന്റ് ആയിരുന്നു. അപ്പോൾ അതിന് ഞാൻ എക്സാം കഴിഞ്ഞ് നേരെ തന്നെ എൻ്റെ ഹസ്ബൻഡ് പിക്ക് ചെയ്ത് ഞങ്ങൾ അതിനാണ് പോയത്. അപ്പോൾ അതും ഇറ്റ് വാസ് സ്റ്റിൽ ഹാപ്പനിങ് സൈഡ് ബൈ സൈഡ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പരമാവധി വീക്ക് ഡേയ്സ് സെഷൻസും അതൊക്കെ ഉണ്ടെങ്കിലും പരമാവധി 3 to 4 hours എവറി വീക്ക് ഡേ ഞാൻ പഠിക്കാൻ ശ്രമിക്കും, അറ്റ്ലീസ്റ്റ് ഇൻ ദ ബിഗിനിങ്. കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആയിരുന്നു എനിക്ക് ആ ഒരു ഫ്രഷ് ടൈം. അപ്പോഴാണ് എനിക്ക് കുറേ വിരുന്നുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സമയം ഞാൻ മാക്സിമം പഠിക്കും. കാരണം ഹസ്ബൻഡ് അപ്പോൾ വർക്കിംഗ് ആവും, എനിക്കും വർക്കിംഗ് ആവും. ഒരു 3 to 4 hours ഞാൻ അപ്പോൾ പഠിക്കാൻ ശ്രമിക്കും. വീക്കെൻഡ്സ് ഞാൻ കുറച്ച് എംപ്റ്റി ആയിട്ട് വെക്കും. അപ്പോൾ ആൾക്കാരെ കാണാൻ പോകാനും, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ, എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാനും ഞാൻ വീക്കെൻഡ്സ് കുറച്ച് എംപ്റ്റി ആയിട്ട് വെക്കും. കാരണം നമ്മുടെ ലൈഫിലത്തെ ആ ഒരു ഓരോ ഇവൻറ്റ്സ് സൈഡ് ബൈ സൈഡ് നടന്നു പോകണമല്ലോ. അപ്പം ഞാൻ അതാണ് ട്രൈ ചെയ്തത്. പക്ഷേ ടുവേർഡ്സ് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും വിരുന്നുകളും ഓൾമോസ്റ്റ് കഴിഞ്ഞു, എനിക്ക് പഠിക്കാനുള്ള സമയവും കിട്ടി. അപ്പം ഞാൻ അങ്ങനെയാണ് അത് ഏകദേശം ഒന്ന് സ്ട്രക്ചർ ചെയ്ത് പോയത്. പിന്നെ എൻ്റെ ഫാമിലിയിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലും അവർക്ക് പഠിത്തത്തിൻ്റെ ആ ഒരു ഇതുള്ള കാരണം അങ്ങനെ അധികം പ്രഷറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഐ വാസ് ലക്കി ആ ഒരു കാര്യത്തിൽ. പക്ഷെ നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീക്കെൻഡ്സ് അതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ബിക്കംസ് ലിറ്റിൽ ബിറ്റ് മോർ ഈസി ടു മാനേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം മോസ്റ്റ്ലി നമ്മൾ വീക്കെൻഡ് ആവും പോവുക. അപ്പം അങ്ങനെ നോക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമാവുന്നതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ദുർഗയുടെ ഒരു പ്രിപ്പറേഷൻ ജേർണി ലൈഫിൻ്റെ റോൾ എന്തായിരുന്നു? അതൊരു വലിയ റോളാണ്. കാരണം ഞാൻ സ്വനടുത്ത് പറഞ്ഞ് ഞാൻ 2020 ദീക്ഷ ആയിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം കോവിഡ് ആയതാണ് എഴുതാൻ പറ്റിയില്ല. 2023 എനിക്ക് വളരെ ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. ഞാൻ അപ്പം നെറ്റ് ക്രാക്ക് ചെയ്തു. അപ്പം എനിക്ക് 2 മാർക്കിനാണ് JRF പോയത്. ഇപ്പം എനിക്ക് 2 മാർക്കാണ് JRF കിട്ടിയത്. അപ്പോൾ അത് ദാറ്റ് സീംസ് ടു ഐഫറിൻ്റെ റോള് വളരെയധികം ഇതാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ തൊട്ട് ജോയിൻ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു ഐഫർ എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ഐഫറിൻ്റെ പേപ്പർ 1 പേപ്പർ 2 ഒരു മോർ ദാൻ 90% ഞാൻ കവർ ചെയ്തിട്ടില്ല. മോർ ദാൻ 80% ഞാൻ കവർ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത്രയും ഉണ്ട്. ആൻഡ് നമ്മൾക്ക് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാനുള്ളപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകും അതിൻ്റെ ഇടയിൽ. ആൻഡ് മാരത്തോൺസ് ആയാലും ലൈവ് സെഷൻസ് ആയാലും റെക്കോർഡഡ് സെഷൻസ് ആയാലും എനിക്ക് ഇതൊക്കെ കേട്ട് നോട്ട്സ് ചെയ്തുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. JRF ക്ലബിനെ പറ്റിയിട്ട് എനിക്കൊന്നും അത്ര എഫക്റ്റീവ് ആയിരുന്നു. എനിക്കതിന് എഫക്റ്റീവ്നെസ് പറയാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് ഓൾമോസ്റ്റ് ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാരത്തോൺ സെഷൻ JRF ക്ലബ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ.
PYQും അതിൻ്റെ അവൈലബിലിറ്റിയും അതൊക്കെ ദാറ്റ് ഇസ് ഓൾസോ ദെയർ. പക്ഷെ എനിക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എക്സാം നമ്മൾ കയറുന്നതിന് മുന്നേ നമുക്ക് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ. അത് വളരെയധികം ഹെൽപ്ഫുൾ. നമ്മുടെ സാറിൻ്റെ പെഗ് വേർഡ് സിസ്റ്റം, ഞാൻ ജനറലി ഇയേഴ്സ് പഠിക്കാൻ വളരെ മോശമാണ്. ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആ പെഗ് വേർഡ് സിസ്റ്റം കൊണ്ട് മാത്രമാണ്. സോ ഐഫറിന് ഒരു വളരെ വലിയ റോളാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ മെൻറ്റർ ആദില മാം ആയിരുന്നു. മാം തന്നെ ഒരു തുടങ്ങിയിരുന്നു. മാം എനിക്കൊരു ജൂലൈ ഓർ ഓഗസ്റ്റ് ടൈമിൽ, അതിന് മുന്നേ ആവാം, മാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ദിവസവും ഒരു 5 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അയക്കും. എന്നിട്ട് നമ്മൾ അതിന് ആൻസർ മാമിന് അയക്കണം. ആ ഒരു സമയത്ത് നമ്മൾ തന്നെ നമുക്ക് അറിയുമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും സൈക്കോളജി നമുക്ക് തെറ്റുമെന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻസ് ആയാലും മാമിന് ഒരു ഈവനിങ് ഒരു 6:30, 7 ആകുമ്പോഴത്തേക്കും മാമിന് ഒരു ഏതെങ്കിലും പേപ്പർ 1 ടോപ്പിക്കായാലും പേപ്പർ 2 ടോപ്പിക്കായാലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനായാലും മാം അതിനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നമുക്ക് അയച്ചു തരുമായിരുന്നു ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ വളരെ 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 ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ഐഫറിന് ഒരു വലിയ 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 റോളുണ്ട്. അതെനിക്ക് എങ്ങനെയാ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയാൻ പറ്റാത്ത റോളാണത്. ഓക്കെ ദുർഗാസ്, ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മൾട്ടിപ്പിൾ സെറ്റ് ബാക്കുകളുള്ള ഈ എക്സാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ടൊക്കെ വരുന്ന ആളുകളോട് ആസ് എ ഫൈനൽ ബീങ് എ JRF ഹോൾഡർ ദുർഗക്ക് എന്താണ് പറയുന്നത്? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുക്കുക. നമുക്ക് പിന്നീട് തിരിഞ്ഞാലോചിക്കുമ്പോൾ അയ്യോ എനിക്കത് ചെയ്യായിരുന്നു, അയ്യോ എനിക്കിത് ചെയ്യായിരുന്നു എന്ന രീതിയിൽ തോന്നാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ സെറ്റ് ബാക്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക, ഞാൻ ഇത്രയും ഒക്കെ ചെയ്യും. അത്രയും ചെയ്തെടുക്കുക. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക. ബാക്കിയുള്ളതൊക്കെ ഈ ഒരു ലക്കിൻ്റെ എലമെൻ്റ് ആണ്. നമ്മൾക്ക് തിരിച്ച് നോക്കുമ്പോൾ റിഗ്രറ്റ് തോന്നാത്ത രീതിയിൽ മാക്സിമം എഫേർട്ട് എടുക്കുക. PYQs ചെയ്യുക. PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് PYQ ചെയ്യാമെന്ന് അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQs ചെയ്യുക. പരമാവധി ബേസിക് കോൺസെപ്റ്റ്, സൈക്കോളജിയിലാണെങ്കിൽ പരമാവധി ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഞാൻ ബേസിക്കലി ഒരു A4 size പേപ്പറിൽ ഡിഫറെൻറ്റ് തിയറീസും അതിൻ്റെ പ്രൊപ്പോണൻസും അതിൻ്റെ ഇയറും, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണം അതൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള റിവിഷൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് പോകേണ്ടി വരില്ല എന്ന് വിശ്വസിക്കരുത്. എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. PYQs എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക. അത് നിങ്ങളുടെ മാക്സിമം എന്താണെന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ട് അവർ തന്നെ ഡിസൈഡ് ചെയ്യുക ഇത്രയും ചെയ്യാം. ആൻഡ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക. ആൻഡ് കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആവില്ല, ഇംപെർഫെക്റ്റ്ലി കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുക. അതാവും എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളത്. Okay, so that's it, Durga. Once again, congratulations. Thank you, sir.